അയ്യോ ഇല്ലല്ലോ, രണ്ടാമത്തെ അഞ്ചായത്തിന്റെ ഡിസ്കൗണ്ട്. ഇതൊന്ന് ഷോർട്ട് ഔട്ട് ചെയ്ത് വെച്ചേക്കണേ. ആ നാണം അസലായിരുന്നു. മായയ്ക്ക് പോലും ഒന്നും മനസ്സിലായില്ല. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ത്രിവേണിയിലെ സംഗമം അല്ലേ? സിന്ധു, നീ ഒരു മാലാഖയാണ്. ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞില്ലല്ലോ. ശരി, നീ ഒരു കൊച്ചു മാലാഖ. മാലാഖയ്ക്ക് ചിറകില്ലേ? എനിക്ക് ചിറകില്ലല്ലോ. എന്റെ മോഹങ്ങളാണ് നിന്റെ ചിറകുകൾ. ആ മോഹങ്ങളുടെ ചിറകുകളിൽ തൂങ്ങി നീ എന്നും പറക്കും. പറന്ന് 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 ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കും. എന്താ വൈകിയത്? പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. ഏത് സബ്ജക്റ്റിന്റെ? സുവോളജി. സോഫിയക്ക് ഒന്നും പറഞ്ഞ മനസ്സിലാവില്ല. സിന്ധു, നീ ഒരു മാലാഖയാണ്. മോഹങ്ങൾക്ക് ചിറകുണ്ടോ സോഫിയ? ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്ന് നടക്കാമായിരുന്നു അല്ലേ? പറക്കും. എന്റെ മോഹങ്ങളുടെ ചിറകിൽ തൂങ്ങി നീ എന്ന് പറക്കും. പറന്ന് 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 ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കും. ആ ചിറകിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പറക്കാൻ. സത്യം പറ, നീ ഇതുവരെ എവിടെയായിരുന്നു? എനിക്ക് തോന്നിയെടുത്ത്. ആരും അതൊന്നും അറിയണമെന്നില്ല. സോഫി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എവിടെ പോയെന്നും എന്ത് ചെയ്തെന്നും. ഇതെന്ത് പറ്റി ദാമു? ആരെ ചെടിയൊക്കെ മുറിച്ചു കളഞ്ഞത്? ദാമു, എന്താ സുഖമില്ലേ? ഇല്ല. എന്ത് പറ്റി? പൂ എവിടെ? പൂവോ? ഞാൻ വളർത്തിയ പൂക്കളെല്ലാം മരിച്ചുപോയി. ദാമു എന്തൊക്കെയായി പറയുന്നത്? എല്ലാം ഞാൻ തന്നെ പറഞ്ഞതാണല്ലേ? ദാമു, എന്നേക്കാൾ ബുദ്ധിമാൻ സൈക്കിൾ റിക്ഷ ചവിട്ടുന്ന കരടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞതാ ശരി. പെണ്ണെന്നും പെണ്ണ് തന്നെയാ. ദാമുവിന് എന്തോ അസുഖ? അല്ല, നിന്റെ സ്കൂട്ടർ മാഷ് വരാറില്ലേ? ഓ, ഞാൻ ആ ബന്ധമൊക്കെ അങ്ങ് വിട്ടു. അയാളും അയാളുടെ ഒരു സ്കൂട്ടറും. അത് ശരി. അപ്പൊ പുതിയത് കാറുള്ള പാർട്ടി ആയിരിക്കും. ഇല്ലെന്നേ, കൊള്ളാവുന്ന ഒന്നും വന്ന് കൊളുത്തുന്നില്ല. സിന്ധു നിൽക്കാനാ പറഞ്ഞേ? ഏയ്, ഇങ്ങനെ മതിയോ? നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിന് പോലെ. ഇത്ര രാവിലെ എങ്ങനെ എത്തി? എങ്ങനെയെങ്കിലും എത്തിയെന്ന് കരുതിയാ മതി. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? അറിയില്ല.
നിനക്ക് എന്ത് പറ്റി കുട്ടി? എനിക്കൊന്നും പറ്റിയില്ല. സിന്ധു എപ്പോ വന്നു? രാവിലെ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടു ദാമു ചെടിക്ക് വെള്ളം വെച്ചുകൊണ്ട് നിൽക്കുന്നത്. അത്ര നേരത്തെ വരാൻ ബസ് ഉണ്ടായിരുന്നു? ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യാവൂ, കാറിൽ ഒന്നൂടെ? സിന്ധു, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ചോദിച്ചു നോക്കണം. 2 മാസങ്ങൾക്ക് മുമ്പ് നാണം കുടുങ്ങി നടന്ന നിനക്ക് ഈ മാറ്റമുണ്ടായത് എങ്ങനെയാ? ദാമു അതൊന്നും അറിയണ്ട. ഞാനിതൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ താമസിക്കാൻ വരികയും ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത പല പെൺകുട്ടികളുടെയും ചിരിയും കണ്ണീരും ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകുന്ന കാണണമെന്ന് ഞാനെന്തോ മോഹിച്ചുപോയി. ഞാൻ കരഞ്ഞുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നതെന്ന് ദാമുന് എങ്ങനെ അറിയാം? നീയും ഒരു സ്ത്രീ ആയതുകൊണ്ട്. സ്ത്രീ എന്ന് പറയുന്നത് ഒരു തീവണ്ടി പോലെയാണ്. ആരോ ഇട്ടുകൊടുക്കുന്ന പാടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഒരു തീവണ്ടിക്കുള്ളൂ. ഒരു സ്ത്രീയുടെ കാര്യവും അത് തന്നെയാണ്. പാളം തെറ്റിയാൽ തീവണ്ടി മറിയും. പാളം തെറ്റി ഓടുന്ന സ്ത്രീയും അപകടം വരുത്തി വയ്ക്കും. ഡ്രൈവർ മിടുക്കനാണെങ്കിൽ അപകടം ഉണ്ടാവൂ? ഞാൻ ഹോസ്റ്റലിൽ ചെന്ന ദിവസം മുതൽ അയാൾ ഇങ്ങനെ ലാത്തിയടിക്കാറുണ്ട്. കേട്ടു നിൽക്കാൻ നല്ല രസമാണ്. പാവം, വികാരങ്ങളൊക്കെ സംസാരിച്ചെടുക്കുന്ന കഴുത. ദാമുവിന്റെ കാര്യം സാരമില്ല. സോഫിയുടെ ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റാത്തത്. എന്തൊക്കെയാണ് അറിയേണ്ടത്? ഞാൻ എന്താണ് വൈകിയത്? ക്ലാസ് കട്ട് ചെയ്ത് എന്തിനാണ്? അങ്ങനെ 100 ക്വസ്റ്റ്യൻസ്. ഗിൽബർട്ട്, എന്താ ഓർക്കുന്നത്? ഏയ് ഒന്നുമില്ല, വരൂ നമുക്ക് പോവാം. ഈ പാട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കേൾക്കണം. ജവാദാക്കിയാവുന്ന പാട്ടിന്റെ കാസറ്റ് ഉണ്ടോ? ആ ഉണ്ടല്ലോ. ദേ കാസറ്റ് കൊടുത്തേ. എക്സ്ക്യൂസ് മീ. മേഡം, സോറി, ക്യാഷ് എടുക്കാൻ മറന്നുപോയി. പിന്നീട് വരാം. എടുത്തു വെച്ചേക്കണേ. സിന്ധു, എന്താ ഇത്? ഒന്ന് എഴുന്നേറ്റില്ല. ഒന്ന് എഴുന്നേക്ക്. എന്താ കാര്യം? വീട്ടിലാർക്കെങ്കിലും എന്താ കരച്ചിലായി? എന്താ ഉണ്ടായെന്ന് പറ. ഞാനൊരു കാര്യം പറഞ്ഞ സോഫിയനെ വഴക്ക് പറയരുത്. എന്താന്ന് പറ. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോണം. എവിടെ? നമ്മളന്ന് പോയില്ലേ ആ വയസ്സിന്റെ വീട്ടിൽ. വയസ്സിന്റെ വീട്ടിലോ? എടീ, നീ അത്രയ്ക്കായോ? നിനക്കറിയാമോ, കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ഒരു വലിയ കുടുംബത്തെ പോറ്റാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ തോറ്റു കൊടുത്തതാ. പക്ഷേ നീ തോൽക്കാൻ മനഃപൂർവ്വം നിന്നു കൊടുത്തു. എട്ടും പൊട്ടും തിരിയാത്ത ഈ കുരുന്ന പ്രായത്തിൽ എന്റെ ദൈവമേ. ഭാർഗവി,
പേടിക്കണ്ടവാ വരൂ. പാവാട അയക്കണം. അയക്കും.